ക്രിക്കറ്റിൽ സിക്സർ പറത്തുന്ന കാര്യത്തിൽ രോഹിത് ശർമ്മയ്ക്കും സഞ്ജു സാംസണും ട്രാവിസ് ഹെഡിനും അഭിഷേക് ശർമ്മയ്ക്കും സാക്ഷാൽ ക്രിസ് ഗെയിലിന് പോലും മുകളിൽ നിൽക്കുന്ന ഒരു താരം. T20യിൽ സമകാലിക ക്രിക്കറ്റർമാരിൽ ഏറ്റവും മികച്ച സിക്സർ അടി വീരൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് വിൻഡീസുകാരനായ നിക്കോളാസ് പൂരനാണ്. പന്തുകൾ അനായാസം അതിർത്തി വരെ കടത്തുന്നൊരു ഇടങ്കൈൻ പവർ ഹിറ്ററും മികവേറിയ റൈറ്റ് ആം സ്പിന്നറും പ്രതിഭാശാലിയായ വിക്കറ്റ് കീപ്പറുമാണ് പൂരൻ. ഇക്കുറി IPL-ൽ ഓറഞ്ച് ക്യാപ്പും വെച്ച് 250 മേൽ പ്രഹരശേഷിയിൽ തകർത്തടിക്കുകയാണ് അയാൾ. ചോക്ലേറ്റിന്റെ നിറം, തീഷ്ണതയുള്ള നോട്ടം, സ്റ്റൈലിൽ വെട്ടിയൊതുക്കി ട്രിം ചെയ്തെടുത്ത മീശയും അല്പം കൂർത്ത താടിയുമൊക്കെയായി കാണാൻ സുന്ദരൻ. ഒറ്റ നോട്ടത്തിൽ ഒരു മലയാളിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ തെക്കൻ കരീബിയനിലെ ദ്വീപ് രാജ്യമായ റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നിവാസിയാണ് നിക്കോളാസ് പൂരൻ. എന്നാൽ ക്രിക്കറ്റിനേക്കാൾ ആദ്യം മലയാളികളുടെ കണ്ണുടക്കിയത് അയാളുടെ വേറിട്ട പേരിലായിരുന്നു. ആദ്യമൊക്കെ പേരിനെ പരിഹരിച്ചായിരുന്നു ചർച്ചകളെങ്കിൽ പിന്നീട് വർഷങ്ങൾ പിന്നിടുന്തോറും അയാളുടെ സിക്സർ ഹിറ്റ് മികവിനെയും തട്ടുപൊളിപ്പൻ ബാറ്റിങ്ങിനെയും കുറിച്ചായി ചർച്ച. സമീപകാലത്ത് പെരും സിക്സർ അടി മികവിനാലും അവിശ്വസനീയമായ സ്ഥിരത കൊണ്ടും വണ്ടർ അടിപ്പിക്കുകയാണ് 29-കാരനായ ഈ വെസ്റ്റ് ഇൻഡീസുകാരൻ. ക്രിക്കറ്റ് ബാറ്റിനാൽ ഗാലറികളെ ആവേശം കൊള്ളിക്കുന്ന മേളപ്പെരുക്കം തീർത്ത് കത്തിക്കയറുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ആശാന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ. ആ ബാറ്റിൽ നിന്ന് പിറക്കുന്നതെല്ലാം കാണാൻ ചന്തമേറുന്ന പ്യുവർ ക്രിക്കറ്റിംഗ് ഷോട്ടുകളാണ്. IPL-ൽ ഇന്ത്യൻ മേൽക്കോയ്മയുടെ പെരുമയ്ക്ക് മേൽ ബാറ്റ് കൊണ്ട് തായമ്പക കൊട്ടി രസിക്കുകയാണ് നിക്കോളാസ് പൂരൻ. ആശാൻ കേറിയങ്ങ് കൊളുത്തിയാൽ പിന്നെ ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന് വിജയം തന്നെയാണെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കാം. T20 ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലേക്ക് ടീം യോഗ്യത നേടാതിരുന്നപ്പോഴും തുടർച്ചയായ 2ാം വർഷവും ICC മെൻസ് T20 ടീം ഓഫ് ദി ഇയറിൽ ഭാഗമാകാൻ പൂരന് കഴിഞ്ഞിരുന്നു. അതാണ് ഒരു റിയൽ ചാമ്പ്യൻ പ്ലെയറുടെ കയ്യൊപ്പ്. 1995 ഒക്ടോബർ 2-ന് ട്രിനിഡാഡിലെ കൂവയിലാണ് നിക്കോളാസ് പൂരന്റെ ജനനം. സാൻ ഫെർണാണ്ടോയിലെ നപരിമ കോളേജിലായിരുന്നു അയാൾ പഠിച്ചത്. കൗമാരക്കാരനായിരിക്കെ തന്നെ ക്രിക്കറ്റിൽ അതീവ തൽപരനായിരുന്നു. വിവിധ ടൂർണമെന്റുകളിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയെ പ്രതിനിധീകരിച്ച് കളിക്കുകയും ചെയ്തു. 16-ാം വയസ്സിൽ വെസ്റ്റ് ഇൻഡീസിന്റെ അണ്ടർ-19 ടീമിലും അരങ്ങേറി. 2013-ൽ കരീബിയൻ പ്രീമിയർ ലീഗിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് നിക്കോളാസ് പൂരന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവ്. 17-ാം വയസ്സിൽ CPL കളിക്കുമ്പോൾ ഈ 2020 ലീഗ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു പൂരൻ. 2016 സെപ്റ്റംബർ 23-ന് ദുബായിൽ വെച്ച് പാകിസ്ഥാനെതിരെ ആയിരുന്നു അയാളുടെ T20 അരങ്ങേറ്റം. 3 വർഷങ്ങൾക്കിപ്പുറം 2019 ഫെബ്രുവരി 20-ന് ബ്രിഡ്ജ് ടൗണിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച് ഏകദിന ക്രിക്കറ്റിലും അദ്ദേഹം വരവറിയിച്ചു. വൈകാതെ T20 ഫോർമാറ്റിൽ വിൻഡീസ് നായകനുമായി. T20 ഫോർമാറ്റിൽ ആകെ 30-നോടടുത്ത ശരാശരിയിൽ 9,000-ഓളം റൺസാണ് നിക്കോളാസ് പൂരന്റെ സമ്പാദ്യം. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 150-അടുത്തുമാണ്. 53 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. IPL-ൽ 2,000-ഓളം റൺസ് സ്വന്തമായുണ്ട്. നിലവിൽ LSGക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 3ാമത്തെ കളിക്കാരനായും പൂരൻ മാറിയിട്ടുണ്ട്. പാട്ടുകൾ കേൾക്കാനും നീന്താനും യാത്ര ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്ററാണ് നിക്കോളാസ് പൂരൻ. നിക്കോളാസ് പൂരന്റെ മൊത്തം ആസ്തി ഏകദേശം 28 കോടി രൂപയോളം വരും. ക്രിക്കറ്റിലൂടെ മാത്രം അദ്ദേഹത്തിന്റെ ഏകദേശ പ്രതിമാസ വരുമാനം $82,000. ബ്രാൻഡ് പ്രൊമോഷനുകളിലൂടെയും പണം സമ്പാദിക്കുന്നുണ്ട്. IPL-ൽ ഇതുവരെ പഞ്ചാബ് കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്കായാണ് പൂരൻ കളിച്ചിട്ടുള്ളത്. ഇക്കുറി 21 കോടി രൂപയ്ക്കാണ് നിക്കോളാസ് പൂരനെ ലക്നൗ റീറ്റെയിൻ ചെയ്തത്. തനിക്ക് തുണയാവുന്നത് ജന്മസിദ്ധമായ ചില കഴിവുകളാണെന്ന് പൂരൻ തന്നെ പലപ്പോഴും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. തന്റെ ടൈമിംഗ് മികവ് ജന്മനാ ലഭിച്ചതാണെന്നും അതിൽ ഒരിക്കലും പരിശീലിക്കേണ്ടി വന്നിട്ടില്ലെന്നും ICCക്ക് നൽകിയ അഭിമുഖത്തിൽ പൂരൻ പറയുന്നുണ്ട്. ബാറ്റ് സ്പീഡിൽ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. പ്രതിഭ കൊണ്ട് അനുഗ്രഹീതനാണെന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നു. കഴിഞ്ഞ 9 വർഷമായി കഠിനമായി പരിശ്രമിക്കുന്നത് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനാണ്. അതിനുള്ള പ്രതിഫലമാണ് ഇപ്പോൾ എനിക്ക് തിരികെ ലഭിക്കുന്നതെന്നും പൂരൻ പറയുന്നു. പൂരൻ പറയുന്നത് സിക്സർ അടിക്കാൻ വേണ്ടി താൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാറില്ലെന്നാണ്. പൊസിഷൻ കൃത്യമാക്കി പിന്നീട് പന്തിനെ ടൈം ചെയ്യുകയാണ് പതിവ്. ടോപ്പ് ഓർഡറിൽ മികച്ച വിക്കറ്റുകളിൽ പരമാവധി റണ്ണടിച്ചു കൂട്ടാൻ എന്തെല്ലാം കഴിവുകൾ വേണമോ അതെല്ലാം പുറത്തെടുക്കാറുണ്ടെന്നും നിക്കോളാസ് പൂരൻ പറഞ്ഞു വയ്ക്കുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ ടെസ്റ്റ് ടീമിൽ ഇടം നേടാനായിട്ടില്ലെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ വീണ്ടും പ്രതാപകാലത്തേക്ക് കൈപിടിച്ചുയർത്താൻ പൂരനും യുവ വിൻഡീസ് നിരക്കും ഉടനെ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.